കാര്യം അറിയണം. നമ്മൾ ക്രിസ്തീയ മതത്തിൽ ജനിച്ചത് നമ്മുടെ ഇഷ്ടത്താലല്ല. നമ്മുടെ അപ്പനും അമ്മയും മത്തോമയോ കത്തോലിക്കയോ ഒക്കെ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ജനിച്ചതാണ്. ഞാനൊരു ഹിന്ദു മതത്തിലാണ് ജനിച്ചത്. കാരണം എന്താണ്? എന്റെ അപ്പനും അമ്മയും ഹിന്ദു മത വിശ്വാസിയായിരുന്നു. ചിലർ ഇസ്ലാം മത വിശ്വാസികളായിരിക്കും. അവരുടെ അപ്പനും അമ്മയും ഇസ്ലാം മത വിശ്വാസികളാണ്. നമ്മൾ എന്താണ്? ഇന്ത്യക്കാരായിട്ട് ജനിച്ചത് കൊണ്ട് നമ്മുടെ അപ്പനും അമ്മയും ഇന്ത്യൻ പൗരന്മാരായതുകൊണ്ട് നമ്മൾ ഇന്ത്യക്കാരായിട്ട് തീർന്നു. അതിനകത്തും ഇപ്പോൾ ഗവൺമെന്റിന് സംശയം വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട, നമ്മൾ പാകിസ്ഥാനിലാണ് ജനിച്ചതെങ്കിൽ നമ്മൾ നിഷ്കരണം ഇന്ത്യൻ പട്ടാളക്കാരെ വധിക്കുമായിരുന്നു. നമ്മൾ ഇന്ത്യക്കാർക്ക് വേണ്ടി ഇന്ത്യക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ നമ്മുടെ മക്കളെ പട്ടാളത്തിലേക്ക് അയക്കുമ്പോഴേ നമ്മൾ പാകിസ്ഥാനിലായിരുന്നുവെങ്കിൽ നമ്മൾ എന്താണ്? ഇന്ത്യൻ പട്ടാളക്കാരെ കൊന്നെടുക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ അയക്കുമായിരുന്നു. എന്ന് വെച്ചാൽ ജന്മം കൊണ്ട് കിട്ടുന്ന യാതൊന്നിലും ദൈവമായിരിക്കുന്ന സാന്നിധ്യമില്ല. ഒരുവൻ ക്രിസ്തീയ മതത്തിൽ ജനിച്ചതുകൊണ്ട് സത്യദൈവമായിരിക്കുന്ന ക്രിസ്തുവിനെ അറിയണമെന്നുമില്ല. ആകയാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ അഗാധമായിരിക്കുന്ന സ്നേഹം മാത്രം ഒരിക്കൽ കൂടെ പറയുന്നത്. എന്തിനാണ് ഇത് പറയുന്നത് അറിയാമോ? ഇന്നും നാളെയുമായിട്ടൊക്കെ നമ്മളിവിടെ മരിച്ചാലും മരിച്ചതിന് ശേഷം നമ്മളെല്ലാം കണ്ടുമുട്ടും. നിങ്ങളുടെ സുവിശേഷം അറിയിപ്പാൻ കൽപ്പിച്ചാക്കപ്പെട്ട് ഞാനത് പറയുന്നില്ലെങ്കിൽ കുറ്റക്കാരാണ്. ദുഷ്ടനോട് ദുഷ്ട, നീ നിന്റെ ദുഷ്ടതയിൽ മരിക്കുമെന്ന് പറയുമ്പോഴേ അവൻ തന്റെ ദുഷ്ടത വിട്ട് മാനസാന്തരപ്പെടുന്നുവെങ്കിൽ അവന്റെ ദുഷ്ടത അവനെ കൊല്ലുകയില്ല, അവൻ എന്നേക്കും ജീവിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ദുഷ്ടത വിട്ടുമാറുവാനും നിങ്ങൾക്കൊരു മാനസാന്തരം ഉണ്ടായിട്ട് ദൈവത്തിന്റെ മക്കളും വിശുദ്ധന്മാരുമായിട്ട് രൂപാന്തരം ചെയ്യപ്പെടാനും സുവിശേഷം അറിയിക്കേണ്ടത് ആവശ്യമാണ്. അതേ ക്രിസ്ത്യാനികളോടും സുവിശേഷം അറിയിക്കണം, യഹൂദന്മാരോടും അറിയിക്കണം, എല്ലാവരോടും അറിയിക്കണം.